ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിലാക്സ് ആൻഡ് വാച്ച്. അപ്പോൾ നമ്മുടെ ജോർജിയൻ പര്യടനത്തിൻ്റെ 2ാം എപ്പിസോഡാണ്. ഇതിൽ കുട്ടൈസി ആയിരുന്നു നമ്മൾ ആദ്യം പോയിരുന്ന സിറ്റി. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇന്ന് ബട്ടൂമി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടൈസിയിലെ കാഴ്ചകൾ കഴിഞ്ഞ 2 ദിവസം കണ്ടതെല്ലാം ഞാൻ കാണിച്ചിരുന്നു. അവിടുന്ന് ഇനി ബട്ടൂമിയിലേക്കാണ്. ബട്ടൂമി എന്ന് പറയുന്ന സിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടൈസിയിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഓളം യാത്രയുണ്ട്, 2-3 മണിക്കൂറോളം യാത്രയുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് പോകുന്നത് ട്രെയിനിനാണ് പോകുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ അവിടുന്ന് ട്രെയിനിനാണ് പോകുന്നത്. കുട്ടൈസിയിൽ 2 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, കുട്ടൈസി 1, പിന്നൊന്ന് കുട്ടൈസി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ കുട്ടൈസി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ഈ ബട്ടൂമിയിലേക്കുള്ള ട്രെയിൻ പോകുന്നത്. തിബിലിസിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ്. അപ്പോൾ കുട്ടൈസി ടച്ച് ചെയ്യാണ്ട് ബൈപ്പാസ് വഴി അങ്ങനെ പോകുന്ന ഒരു വണ്ടിയാണ്. നമ്മുടെ വന്ദേ ഭാരത് പോലത്തെ ട്രെയിനാണ്, ഡബിൾ ഡെക്കർ ട്രെയിനാണ്. അപ്പോൾ ഇതാണ് ഈ കുട്ടൈസി എയർപോർട്ട് സ്റ്റേഷൻ. കുട്ടൈസി എയർപോർട്ട് സ്റ്റേഷൻ എന്നും പറയും, കുട്ടൈസി സ്റ്റേഷൻ 2 എന്നും പറയും ഇതിനെ. അപ്പോൾ ഇത് സിറ്റിയിൽ നിന്ന് പുറത്ത് വരണം, ഔട്ടറാണ്. നല്ല അതിമനോഹരമായ ഒരു വീട് പോലെയാണ്. ഇതൊരു സ്റ്റേഷൻ പോലെ തോന്നുകയില്ല, നല്ലൊരു വീട് പോലത്തെ ഉള്ളൊരു സ്റ്റേഷനാണിത്. തിരക്കെന്ന് പറയുന്നത് ഇല്ല, ആകപ്പാടെ ഒരു 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് സ്റ്റേഷൻ. ആകപ്പാടെ 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. നമുക്ക് വണ്ടി വരുന്ന സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ജോർജിയയുടെ ഒരു മാപ്പാണ് ഈ കാണുന്നത്. ഇതിൽ തിബിലിസി ജോർജിയയുടെ ക്യാപിറ്റലായ തിബിലിസി എന്ന് പറയുന്നത് ഇങ്ങനെ വരും. നമ്മൾ UAE നിന്ന് നേരെ കുട്ടൈസിയിലേക്കാണ് വന്നത്. കുട്ടൈസിയിൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് നമ്മൾ വരാൻ പോകുന്നത് ഇവിടത്തേക്കാണ്, ഈ ബട്ടൂമി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ ബട്ടൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ചൈനീസ് അധിനിവേശ സിറ്റിയാണ്. അപ്പം ചൈനക്കാർ വന്നിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു സിറ്റിയാണ്. പക്ഷേ അവിടെ ഈ മറ്റേ കോവിഡ് വന്നപ്പോഴത്തേക്കിന് അവരത് എല്ലാം ഉപേക്ഷിച്ചിട്ടങ്ങ് പോയി. അപ്പോൾ ഒരു പ്രേത നഗരി പോലെ ആയിപ്പോയി അത്. എല്ലാം പാതിക്ക് നിന്നുപോയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത് വീണ്ടും ഇപ്പോൾ വന്നിട്ട് നന്നായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബീച്ചുകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ബ്ലാക്ക് സീ എന്ന് പറയുന്ന കരിങ്കടലിൻ്റെ തീരത്താണ് വരുന്നത്. കണ്ടല്ലേ, ബ്ലാക്ക് സീയുടെ തീരത്ത് വരുന്ന ഒരു കുഞ്ഞു സിറ്റിയാണ് ഈ പറഞ്ഞ ബട്ടൂമി സിറ്റി എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള സിറ്റിയാണ്. ബട്ടൂമിയിൽ കാഴ്ചകൾ കാണാനും ഒരുപാടുണ്ട്. നമുക്കൊരു 2 ദിവസം സുന്ദരമായി ചിലവഴിക്കാൻ പറ്റിയ ഒരു സിറ്റിയാണ് ബട്ടൂമി സിറ്റി എന്ന് പറയുന്നത്. ബട്ടൂമി സിറ്റിയുടെ സിറ്റിയിൽ ആ ബീച്ചിനോട് ചേർന്ന ഭാഗത്തൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പം ബട്ടൂമിയുടെ വിശേഷങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് കുട്ടൈസിയിൽ നിന്ന് ബട്ടൂമിയിലേക്കുള്ള യാത്ര, ആ ട്രെയിൻ യാത്ര എങ്ങനെയാണ്, അതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ബട്ടൂമി. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ബട്ടൂമി. ഇത് കണ്ടില്ലേ, ഈ ബോർഡർ കണ്ടോ? ഈ ബോർഡർ തുർക്കിയുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഏരിയയാണത്. അപ്പം ഇവിടുന്ന് നമുക്ക് ബൈ റോഡ് തുർക്കിയിലേക്ക് വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ തുർക്കിയിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ബട്ടൂമിയുടെ ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ജോർജിയൻ റെയിൽവേയുടെ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിന് ജോർജിയൻ ടിക്കറ്റ്സ് അറ്റ് റെയിൽവേ GE എന്ന് കണ്ടില്ലേ. സോ ഈ പേജാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതും അത് തന്നെയാണ്. ഇതിൽ പോയിട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. യൂസർ നെയിം, പാസ്വേഡ്, രജിസ്ട്രേഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ID ക്രിയേറ്റ് ചെയ്യാം. സിമ്പിളാണിത്. നമ്മുടെ IRCTC പോലെ അത്ര വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിനുശേഷം യൂസർ ID, പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമുക്ക് സൈറ്റിൻ്റെ ഉള്ളിൽ കയറാം. എന്നിട്ട് ഇവിടെ പർച്ചേസ് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ല. ഇത് പർച്ചേസ്ഡ് ടിക്കറ്റ്സ് ആണ്, നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റാണ്. സോ ഇത് പർച്ചേസ് ടിക്കറ്റ്. ഇതിൽ പോയിട്ട് നമുക്ക് 1 വേ ആണോ 2 വേ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചോളുക. ഞങ്ങളിപ്പോൾ കുട്ടൈസിയിൽ നിന്ന് നേരെ ബട്ടൂമിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് കുട്ടൈസി, ഞാൻ പറഞ്ഞില്ല 2 സ്റ്റേഷനുണ്ട്, കുട്ടൈസി 1, കുട്ടൈസി 2, അല്ലെങ്കിൽ കുട്ടൈസി ഇൻ്റർനാഷണൽ എയർപോർട്ട്. സോ ഈ കുട്ടൈസി ഇൻ്റർനാഷണൽ എയർപോർട്ട് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ബട്ടൂമി സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ തിബിലിസിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫ്ലൈറ്റ് നേരിട്ട് തിബിലിസിയിലേക്കാണ്, അല്ലെങ്കിൽ
അസർബൈജാനൊക്കെ കറങ്ങിയിട്ടാണ് നിങ്ങൾ വരുന്നത് തിബിലിസിയിലേക്കാണെന്നുണ്ടെങ്കിൽ തിബിലിസി ടു കുട്ടൈസി അല്ലെങ്കിൽ തിബിലിസി ടു ബട്ടൂമി നിങ്ങൾക്ക് ഈ ട്രെയിൻ തന്നെ ഉണ്ട്. ഇത് തിബിലിസിയിൽ നിന്ന് വരുന്ന ട്രെയിനാണിത്. അപ്പോൾ ഞങ്ങൾ കുട്ടൈസിയിൽ നിന്ന് കയറുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബട്ടൂമി സെലക്ട് ചെയ്തു, നമുക്ക് ആവശ്യമുള്ളൊരു ഡേറ്റ് എടുക്കുക, സെർച്ച് കൊടുക്കുക. അതെ, 2 വണ്ടിയുണ്ട് മെയിനായിട്ട്. ഈ ഡബിൾ ഡെക്കർ ട്രെയിൻ 2 എണ്ണം ഉണ്ട്. ഒന്ന് വന്നിട്ട് 802, പിന്നെ ഒന്ന് വന്നിട്ട് 804. അപ്പോൾ ഇത് 2 പ്രാവശ്യം കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലാസ് അനുസരിച്ചാണ്. മോഡേൺ ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും അതാണ്. ഇപ്പോൾ ഈ 802 2 പ്രാവശ്യം കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ്, ഈ ക്ലാസ്സിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പം ഏത് ക്ലാസ്സിലാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. ഇത് 67 ലാരിയാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ. സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 31 ലാരിയാണ്. നമ്മുടെ ഇന്ത്യൻ മണി ഏതാണ്ട് ഒരു ലാരി എന്ന് പറയുന്നത് 30 രൂപയാണ്. അപ്പോൾ അതിനനുസരിച്ച് വരും, അത് കാൽക്കുലേറ്റ് ചെയ്തോളുക. എടുത്തതിന് ശേഷം നമ്മൾ എത്ര പാസഞ്ചർ ഉണ്ടെന്നുള്ളത് കൊടുത്തിട്ട് ഇൻപുട്ട് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മറ്റേ ഇതിന് എന്താ പറയുക, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഓൾറെഡി അത് തനിയെ അങ്ങനെ വന്നോളും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് പിന്നെ അടുത്തത് പേയ്മെൻറ്റിലേക്ക് പോവുക. പേയ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ ഓർ മാസ്റ്റർ ക്രെഡിറ്റ് കാർഡുകൾ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് വന്നിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഇതിലേക്ക് വരും. ഇപ്പോൾ ഇതാണ് പർച്ചേസ്ഡ് ടിക്കറ്റ്സിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ നേരത്തെ എടുത്തിരുന്ന ഈ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് ടിക്കറ്റ് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ട്രെയിൻ യാത്ര കാണാം. ആൻഡ് ഇത് നമ്മുടെ ഇവിടുത്തെ സുഹൃത്തുക്കളാണ്. അവർ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട സ്റ്റേഷനിൽ. അവർ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നവരാണ്. സോ ഞങ്ങളെല്ലാവരും ഇപ്പം ഈ ട്രെയിനിന് വേണ്ടി ബട്ടൂമിയിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റിംഗ്. ആൻഡ് ഹിസ് നെയിം ഈസ് ജോണി. ഓക്കെ, അപ്പനും മോനുമാണ്. അവരൊരു 10 ദിവസത്തെ പരിപാടിയായിട്ടാണ്. കൃത്യം സമയത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ജോർജിയൻ റെയിൽവേയുടെ മറ്റേ ഡബിൾ ഡെക്കർ ട്രെയിൻ. മൊത്തം 4 ബോഗിയായിരുന്നു. സോ നമ്മുടെ 2ാമത്തെ ബോഗിയായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ ഈ പട്ടികൾ ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവരും വന്ന് കയറ്റി വിടാനും ഇറങ്ങിപ്പോയോ എന്ന് നോക്കാനും എല്ലാത്തിനും ഈ സ്റ്റേഷനിൽ ഒരു 4 പട്ടികളുണ്ട്. ഇവറ്റകളെല്ലാം എപ്പോഴും ഇങ്ങനെ വന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അപ്പം കുറേ ആൾക്കാർ അവിടെ ഇറങ്ങാനുണ്ടായിരുന്നു. ഞങ്ങൾ കയറാൻ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. ഒരു 10 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഈ ഗാർഡ്. എല്ലാ ഡോറിനും ഗാർഡുണ്ട്. TT വന്നിട്ട് എല്ലാ ഡോറിലും ഉണ്ടാവും. ഒരു കോച്ചിന് ഫ്രണ്ടിലും ബാക്കിലും 2 ഗാർഡ് വെച്ച് 2 ഡോറ് 2 ഗാർഡ്. അതേപോലെ അവർ നമ്മുടെ പാസ്പോർട്ട് ചോദിച്ചു. പാസ്പോർട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളെ അകത്തേക്ക് കയറ്റി വിട്ടു. ലഗേജ് ടൂറിസ്റ്റുകളാണല്ലോ കൂടുതൽ യാത്ര ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ലഗേജ് ഒരുപാടുണ്ട്. അപ്പോൾ അത് എല്ലാം ഈ കയറുന്ന ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. സ്റ്റേഷൻ കാലിയായി, ആരുമില്ല. ഇനിയിപ്പം വണ്ടി എടുക്കാൻ പോവാണ്. യെസ്, സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു. ഗാർഡ് അകത്തേക്ക് കയറി. ഡോറെല്ലാം ഓട്ടോമാറ്റിക് ക്ലോഷറാണ്. സോ അവിടുന്ന് വണ്ടി എടുത്തു. നല്ല അതിമനോഹരമായ ഗ്രാമങ്ങളിലൂടെയാണുള്ള യാത്രയാണ്. കുട്ടൈസിയിൽ നിന്ന് ബട്ടൂമി വരെയുള്ള യാത്ര അതിമനോഹരമായ യാത്രയാണ്. ബട്ടൂമിയോട് അടുക്കാറാവുമ്പോഴത്തേക്കിന് നമുക്ക് കടൽ തീരത്തോടുള്ള യാത്രയാവും. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേയിൽ തന്നെ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ജോർജിയൻ റെയിൽവേ ഇതാണ് അപ്പർ ഡെക്കിലേക്കുള്ള ഇത്. ഇതേ കണ്ടില്ലേ, കടൽ തീരം എത്തി. അപ്പോൾ കടൽ തീരത്തോടെയാണ് ഇനി ഒരു മുക്കാൽ മണിക്കൂർ യാത്ര കടൽ തീരത്തോടി തന്നെയാണ്. ശാന്തമായ കടലാണ്. അപ്പം കടലിൽ അവിടെ ബീച്ചിൽ കുറേ ടൂറിസ്റ്റുകളെയൊക്കെ കാണാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബട്ടൂമി സെൻട്രൽ സ്റ്റേഷനിൽ എത്തിക്കഴിയും. കാരണം കൃത്യം ടൈമിനാണ് ഈ ട്രെയിനിൻ്റെ യാത്രകളെല്ലാം. ബട്ടൂമിയിൽ ട്രെയിൻ നിർത്തിയ ആളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റേ ഗാർഡിനോട് അനുവാദം ചോദിച്ചതിന് ശേഷം ട്രെയിൻ ഫുള്ളൊന്ന് ഷൂട്ട് ചെയ്യട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുശേഷം ട്രെയിൻ മുഴുവനായിട്ട് തന്നെ ഷൂട്ട് ചെയ്തപ്പം നമുക്കത് മൊത്തത്തിലൊന്ന് കാണാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ 2 ക്ലാസ് ഓഫ് ട്രാവലാണ്, ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും. ഇത് വന്നിട്ട് സെക്കൻഡ് ക്ലാസ്സാണ്. ഞങ്ങൾ വന്നിരുന്നത് സെക്കൻഡ് ക്ലാസ്സിലാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ഇവിടുത്തെ വന്ദേ ഭാരത് പോലെ തന്നെ 2 സീറ്റുകളായിട്ടുള്ളത്. ഇത് 3ഉം 2ഉം, മറ്റേത് 2 സീറ്റുകളായിട്ടുള്ളതാണ്. അപ്പോൾ അവിടുന്ന് ബട്ടൂമിയിൽ നിന്ന് ഞങ്ങൾ പിന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നു.
ബട്ടൂമി സിറ്റിയിൽ നിന്ന് അടുത്ത് തന്നെയാണ് സ്റ്റേഷൻ, വലിയ ദൂരമൊന്നുമില്ല, കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1-2 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഈ ബട്ടൂമി സ്റ്റേഷനും നമ്മൾ മുമ്പേ കുട്ടൈസി കണ്ടതുപോലെ തിരക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങിയ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, അതും വലിയ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്കുള്ള 2-3 സ്റ്റേഷനിലുള്ള കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇത് കണ്ടില്ലേ, ബീച്ചിൻ്റെ സൈഡിലാണ് ഈ സ്റ്റേഷൻ, കടലിൻ്റെ തീരത്താണ്. നല്ല സുന്ദരമായ ഒരു ചെറിയ സിറ്റിയാണിത്. വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഇതാണ് ബട്ടൂമി സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്തു. ഗ്രാബ് എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ അവിടുത്തെ യാത്രകൾക്കെല്ലാം ഞങ്ങൾ കൂടുതലും സിറ്റി ബസ്സുകളും പിന്നെ ഈ ഗ്രാബ് ടാക്സികൾ അങ്ങനത്തെ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, പാക്കേജിൻ്റെ ഭാഗമായിട്ടൊന്നും പോയതല്ല, ഞങ്ങൾ തന്നെ ഒരു ഓർഗനൈസ് ചെയ്തങ്ങ് പോയതാണ്. അപ്പം അവിടുന്ന് ഞങ്ങളൊരു ഗ്രാബ് ടാക്സി ബുക്ക് ചെയ്ത് നേരെ അത് അങ്ങ് ദൂരെ കാണുന്നതാണ് ബട്ടൂമി സിറ്റി. ബട്ടൂമി വാർഫ് എന്ന് പറയും, മറ്റേ ഈ എന്താ കപ്പലുകളൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളില്ലേ, ആ ബട്ടൂമി വാർഫാണ് കാണുന്നത്. അവിടെ തന്നെയാണ് ഈ മറ്റേ നമുക്ക് ഈവനിങ് വാക്കിനുള്ള സ്ഥലങ്ങളും എല്ലാം അത് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇതൊരു പഴയ ഒരു ഹെറിറ്റേജ് തരത്തിലുള്ള ഒരു ചെറിയ സ്ട്രീറ്റാണ്. ഇത് ഈ ബാൽക്കണിയുള്ള റൂമായിരുന്നു ഞങ്ങൾ. അത് നല്ല ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബട്ടൂമിയിലെ സായാഹ്നത്തിൻ്റെ ഏറ്റവും മനോഹര ദൃശ്യങ്ങൾ കിട്ടുന്ന ആ ഭാഗത്ത് തന്നെയാണ്, അടുത്താണ് നമ്മുടെ ഈ റൂം എന്ന് പറയുന്നത്. അതായത് അലി ആൻഡ് നിനോ സ്റ്റാച്യു, പിന്നെ ബട്ടൂമി ബോളിവാർഡ്, ബട്ടൂമി കേപ്പ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ ബട്ടൂമിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ് വരുന്നതാണ്. ബട്ടൂമി മാത്രമല്ല, ബട്ടൂമി ഇവിടുന്ന് നമുക്ക് തുർക്കിയുടെ ബോർഡറായ സാർപ്പി എന്ന് പറയുന്ന സ്ഥലത്തേക്കും പോകാം. അത് ഞങ്ങളൊരു ബസ്സിലാണ് പോയിരുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ബട്ടൂമിയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി അടുത്ത 2 ദിവസം ഞങ്ങൾ ബട്ടൂമിയിലാണ്. അപ്പോൾ ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്.